ഹരി കൃഷ്ണ. നമ്മളിന്ന് ഒരു വെജിറ്റബിൾ കറിയും പൂരിയുമാണ് ഉണ്ടാക്കുന്നത്. ഭഗവാന് വലിയ ഇഷ്ടമാണ് പൂരി. വെജിറ്റബിൾ കറിയിൽ നമുക്കറിയാം, സാധാരണ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത ഒരു വെജിറ്റബിൾ കറിയാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ കടോരിയിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ 2 സ്പൂൺ റവ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 2 സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ പഞ്ചസാര. ഇത്രയും ചേർത്ത് സാധാരണ വെള്ളമൊഴിച്ച് പൂരിയുടെ പരുവത്തിന് കുഴച്ചെടുത്തു. ഒരുപാട് കട്ടിയായിട്ടുമല്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ടുമല്ല, ഒരു മീഡിയം പരുവത്തിനാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ചിലർ പറയും പൂരി ചപ്പാത്തിയുടെ അത്രയും മയം വേണ്ട, ഇച്ചിരി കൂടെ ഹാർഡായിട്ട് കുഴയ്ക്കണമെന്ന്. പക്ഷേ ഞാൻ എപ്പോഴും കുഴയ്ക്കുമ്പോൾ ഒന്ന് ലൂസായിട്ടാണ് കുഴയ്ക്കുന്നത്. അങ്ങനെ കുഴച്ച മാവ് അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കൂട്ടാൻ വെക്കാം. അതിനായിട്ട് പച്ചക്കറികളൊക്കെ എടുക്കണം. ഉരുളൻകിഴങ്ങ്, തക്കാളി, ശകലം ക്യാപ്സിക്കം, അതുപോലെ ബീൻസ്, ക്യാരറ്റ് ഒക്കെ നമുക്ക് എടുക്കാം. ഞാൻ ക്യാരറ്റ് എടുത്തിട്ടില്ല, ബാക്കി എല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രീൻ പീസ് വേണമെങ്കിൽ ഇടാം, നമ്മുടെ ഇഷ്ടം, അതെല്ലാം ഇടാം. അതിനുശേഷം തക്കാളി ഒഴികെ ബാക്കി പച്ചമുളകും ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. തക്കാളി ഒഴികെയുള്ള ബാക്കി സാധനങ്ങളെല്ലാം തന്നെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കണം. വേവിക്കാൻ വെക്കുമ്പം അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പൂവും ഏലക്കയും കൂടെ ചേർത്തിട്ടാണ് വേവിക്കാനായിട്ട് വെച്ചത്. അങ്ങനെ അത് കുക്കറിലിരുന്ന് 1-2 വിസിൽ കേൾക്കുമ്പോഴേക്കും പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിരിക്കും. പിന്നെ കോളിഫ്ലവർ ചേർത്തിരുന്നു. കോളിഫ്ലവറും കൂടെ ചേർത്താണ് വേവിച്ചത്. പിന്നെ ഞാൻ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ തക്കാളി ഒന്ന് വഴറ്റി ചെറുതീയിൽ പിന്നെ അത് വേവാനായിട്ട് അടച്ചു മാറ്റി വെച്ചിരുന്നു. അങ്ങനെ ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ടാകും. അതും കൂടെ അതിനകത്തേക്ക് ചേർക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർക്കണം. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് എരിവുണ്ട്. പച്ചമുളക് എൻ്റെ പച്ചമുളകിന് വലിയ എരിവില്ലാത്ത പച്ചമുളകായിരുന്നു, അതുകൊണ്ടാണ് 2 ചേർത്തത്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, വളരെ കുറച്ചാണ് മുളക് പൊടി ചേർത്തിരിക്കുന്നത്. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. മസാലപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് മസാലയുടെ കുത്ത് അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഈ മസാലയും ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് വെന്ത് യോജിച്ച് നമുക്ക് ആവശ്യമുള്ള ചാറ് അത്രയായി കഴിയുമ്പോഴേക്കും അതിലേക്ക് മല്ലിയിലയും ചേർത്ത് വാങ്ങാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. എനിക്ക് ഉപ്പൊക്കെ പാകമാണ്, പിന്നെ ഉപ്പ് ചേർക്കേണ്ടി വന്നില്ല. അങ്ങനെ നമുക്ക് പൂരിയുടെ കൂട്ടാൻ വാങ്ങാം. മല്ലിയില ചേർത്ത് വാങ്ങാം. ഞാനിതിന് കടുകൊന്നും വറുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുക്കാം.
ഇപ്പോൾ പൂരിയുടെ ഡോ ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി പരത്തിയെടുക്കാം. പൂരി പരത്തിയെടുക്കുമ്പോൾ അധികം കട്ടിയാകരുത്, എന്നാൽ തീരെ നൈസും ആകരുത്. ആ രീതിയിൽ പൂരി പരത്തിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ പൂരി ഇടാവൂ. അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. തീ കുറച്ച് വെച്ചിട്ട് ഒരിക്കലും പൂരി ഇടരുത്. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം പൂരി ഇടാനായിട്ട്. എന്നിട്ട് നമ്മൾ പതിയേനെ പൂരി വറുത്ത് കോരണം. ഇനി പൂരി പൊങ്ങി വരാൻ ബുദ്ധിമുട്ട് ഏതെങ്കിലും പൂരിക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തുമ്പ് ഭാഗത്ത് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഇപ്പം ഞാൻ ചെയ്തതുപോലെ ഇതേപോലെ ഒന്ന് തുമ്പ് ഭാഗത്തൊന്ന് പിടിച്ചു കൊടുക്കണം ആ പൂരിയുടെ ഏതെങ്കിലും ഒരു വശത്ത്. അപ്പോഴേക്കും മറുഭാഗം ഇങ്ങനെ പൊങ്ങി വരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് എണ്ണ അതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ച് ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് ഉണ്ടാക്കാം. അതല്ലാതെ തന്നെ ചിലപ്പോൾ പൂരി നന്നായിട്ട് ആ ചൂട് ക്രമീകരിച്ച് നിൽക്കുകയാണെങ്കിൽ പൊങ്ങി വരും. ഇനി എന്തെങ്കിലും കാരണവശാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പൂരിയുടെ ഈ ഒരു വശത്ത് ഒന്ന് പതിയനെ ഇങ്ങനെയൊന്ന് മുറുക്ക പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ തവിയിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ പൂരി നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ ദേ നോക്കിക്കോളൂ, ഈ പൂരിയിൽ എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ പഞ്ചസാര ചേർത്തിരുന്നത് കൊണ്ട് നല്ല ഒരു നിറമാണ് ആ പൂരിക്ക്. നല്ല രുചിയാണ് ഈ പൂരിക്ക്. ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറ് ആയിരിക്കും പൂരിക്ക്. നല്ല ടേസ്റ്റുള്ള പൂരിയാണ്. ഈ പൂരിയുടെ അകംഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പുറം ഭാഗം ചെറിയ മൊരിഞ്ഞ് നല്ല ഭംഗിയാണ് കാണാൻ. അതാണ് ഏറ്റവും പ്രത്യേകത. പൂരി കാണാൻ നല്ല രസമാണ് ആ പൂരി കാണാനായിട്ട്. നല്ല നിറത്തിലിരിക്കും പൂരി. ഈ കൂട്ടാനും ഈ പൂരിയും നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് തുളസി ഇലയൊക്കെ വെച്ച് ഭഗവാന് നൈവേദ്യമായി വെച്ചതിന് ശേഷം നമുക്കെല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ.